നിലാസ് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്വന്തം അമ്മയുടെ വാത്സല്യം തേടി ആ വീട്ടിലേക്ക് അമ്മയെ കാണാനെത്തിയ മകൾക്ക് തിരിച്ചടിയായി കിട്ടിയത് എപ്പോഴും സങ്കടവും വിഷമങ്ങളും മാത്രമായിരുന്നു. സ്വന്തം ചോരയിൽ നിന്ന് ജനിച്ച കുഞ്ഞാണ് കൺമുന്നിൽ നിൽക്കുന്നതെന്നറിയാതെ ഒരു ശത്രുവിനെ പോലെയാണ് ഇപ്പോഴും അലീനയോട് വൈജ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ വീട്ടിൽ വൈജ ഒഴികെ എല്ലാവരും തന്നെ ഇപ്പോൾ അലീനയെ മനസ്സിലാക്കി കഴിഞ്ഞു. അവളുടെ സ്നേഹവും വാത്സല്യവും കരുതലുമെല്ലാം എല്ലാവരും തന്നെ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വൈജ മാത്രമാണ് ഇപ്പോഴും ഒരു ശത്രുവിനെ പോലെ തന്നെ അലീനയെ നോക്കിക്കാണുന്നത്. ജാമ്യം കിട്ടി വീട്ടിലേക്ക് മടങ്ങി വന്ന രോഹിത്തിനെ ശുശ്രൂഷിക്കാനും അവനെ പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും പഠിപ്പിച്ചത് അലീനയായിരുന്നു. നിനക്കൊരിക്കലും അവനെ മാറ്റിയെടുക്കാൻ കഴിയില്ല, അവൻ്റെ സ്വഭാവവും ഈ ദേഷ്യവുമെല്ലാം ഇനി മാറില്ല എന്ന് പറഞ്ഞവരുടെ കൺമുന്നിൽ തന്നെ അവനെ നല്ലൊരു മകനായി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അലീന. അലീന പറഞ്ഞതുപോലെ തന്നെ അവനിപ്പോൾ എല്ലാവരോടും നല്ല സ്നേഹത്തിലും ബഹുമാനത്തിലും മാത്രമാണ് സംസാരിക്കുക. എപ്പോഴും റൂം അടച്ചിട്ട് ഫോണിലും ലാപ്പിലുമായി മാത്രം ഒതുങ്ങിയിരുന്ന അവൻ്റെ ജീവിതം ഇപ്പോഴിതാ എല്ലാവരോടും സംസാരിച്ചും സ്നേഹിച്ചും എല്ലാമാണ് ഇപ്പോൾ രോഹിത് ആ വീട്ടിൽ നിൽക്കുന്നത്. ഇതെല്ലാം അലീനക്ക് സാധിച്ചത് അവളുടെ സ്നേഹവും പരിചരണവും വാത്സല്യവും കൊണ്ട് തന്നെയാണ്. സ്വന്തം ചേട്ടൻ്റെ ഈ മാറ്റം കണ്ടപ്പോൾ തന്നെ ബബിതയ്ക്ക് അലീനയോടുള്ള എല്ലാ ദേഷ്യവും വിദ്വേഷവും എല്ലാം മാറി ഇപ്പോൾ അലീനയെ സ്വന്തം ചേച്ചിയായി കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും എന്തൊക്കെ പറഞ്ഞിട്ടും ഒരിക്കലും മാറാതിരുന്ന ബബിതയുടെ ഈ സ്വഭാവം മാറ്റം അലീനയുടെ സ്നേഹം കൊണ്ട് തന്നെയാണ്. അലീനയെ ഇപ്പോൾ ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ബബിത. എന്നാൽ ഇവരുടെ എല്ലാവരുടെയും മാറ്റം കാണുമ്പോൾ വൈജയ്ക്കാവട്ടെ വളരെ ദേഷ്യം തോന്നുകയാണ് എല്ലാവരോടും. സ്വന്തം അമ്മയായ എൻ്റെ വാക്കുകൾ പോലും കേൾക്കാതെ ഇപ്പോൾ അലീനയുടെ വാലെ നടക്കുകയാണ് എല്ലാവരും എന്നുള്ള ഒരു ദേഷ്യഭാവത്തിലാണ് വൈജ. ഇപ്പോൾ എന്തൊക്കെയാണ് ഈ കുടുംബത്തിൽ നടക്കുന്നത്? എല്ലാവരുടെയും സ്വഭാവം അവളെന്തോ കൈവശം കൊടുത്ത് മാറ്റിയിരിക്കുകയാണ്. അവളുടെ വാക്കുകൾ കേൾക്കാൻ മാത്രമേ ഈ വീട്ടിലെല്ലാവർക്കും ഇപ്പോൾ അറിയൂ. ഒരു ഹോം നേഴ്സായിട്ട് ഈ വീട്ടിൽ വന്ന് കയറിയവളാ ഇപ്പോൾ ഈ വീട്ടിലെ ഗൃഹനാഥയായി മാറിയിരിക്കുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് ദൈവം ഈ കുടുംബത്തിൽ നടക്കുന്നത്. ആദ്യം ബാലചന്ദ്രനെയും കൃഷ്ണമോളെയും ആയിരുന്നു ആദ്യം കൈവശം കൊടുത്ത് അവൾ മാറ്റിയത്. ഇപ്പോൾ ഇതാ ബബിതയെയും രോഹിത്തിനെയും അവൾ അതുപോലെ തന്നെ കൈവശം കൊടുത്ത് മാറ്റിയിരിക്കുകയാണ്. അവളിപ്പോൾ എല്ലാവരെ കൊണ്ടും എന്നെ ശത്രുവാക്കിയപ്പോൾ അവൾക്കിപ്പോൾ സമാധാനമായിട്ടുണ്ടാവും. ഇതുപോലെയൊക്കെയുള്ള ദുഷിച്ച ചിന്തകളായിരുന്നു വൈജയുടെ മനസ്സിലെപ്പോഴും. അങ്ങനെയിരിക്കെയായിരുന്നു അലീനയ്ക്കൊരു ദിവസം തീരെ വയ്യാണ്ടാകുന്നുണ്ട്, പനിച്ച് വിറച്ച് കിടക്കുകയായിരുന്നു. രാവിലെ സാധാരണയായി ചായയും കൊണ്ട് അലീന റൂമിലേക്ക് ചെല്ലുമായിരുന്നു രോഹിത്തിൻ്റെ. അപ്പോൾ ഒരു ദിവസം കാണാണ്ടായപ്പോൾ രോഹിത്ത് താഴെ അലീനയെ അന്വേഷിച്ച് അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ അലീനയെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോഴായിരുന്നു കൃഷ്ണമോളും വന്നത്. കൃഷ്ണമോളും ഇതുപോലെ തന്നെ അലീനയെ അന്വേഷിച്ച് വന്നതായിരുന്നു. ചേട്ടൻ എന്താ കിച്ചണിൽ നിൽക്കുന്ന രാവിലെ തന്നെ വന്ന്? എന്തെങ്കിലും വേണോ? എല്ലടി, സാധാരണ രാവിലെ അലീന ചേച്ചി എനിക്ക് ചായയും കൊണ്ട് വരാറുണ്ടായിരുന്നു, ഇന്ന് കണ്ടില്ല, അതാ ഞാൻ അലീന ചേച്ചിയെ നോക്കി അടുക്കളയ്ക്ക് വന്നത്. ആരോഗ്യമായിട്ട് അലീന ചേച്ചിയുടെ കാണുന്നില്ലല്ലോ, ഞാനും ചേച്ചിയെ തന്നെ അന്വേഷിച്ച് വന്നതാ. സാധാരണ ഈ നേരത്തൊക്കെ കിച്ചണിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും ചേച്ചിയുടെ, ഇന്നിപ്പോൾ എന്ത് പറ്റിയെന്നാവോ, ഒന്ന് ഞാൻ റൂമിൽ എന്നാ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് അലീനയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. കതക് തുറന്ന് റൂമിലേക്ക് എത്തിയ കൃഷ്ണമോള് കാണുന്നത് പുതപ്പെല്ലാം പുതച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് കിടക്കുന്ന അലീനയെ ആയിരുന്നു. അയ്യോ, എന്തു പറ്റി ചേച്ചി എന്ന് പറഞ്ഞ് അലീനയുടെ അടുത്തേക്ക് കൃഷ്ണമോൾ ഓടി ചെല്ലുമ്പോൾ ശബ്ദം കേട്ടുകൊണ്ട് രോഹിത്തും പിന്നാലെ ചെല്ലുന്നുണ്ട്. അലീന ചേച്ചിക്ക് എന്തു പറ്റി കൃഷ്ണമോളെയും ചോദിച്ചുകൊണ്ട് രോഹിത്തും അലീനയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് അലീനയെ പുതപ്പിൽ നിന്ന് എണീപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ചേച്ചി, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അലീന ചെറിയൊരു ശബ്ദത്തിലൂടെ പറയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യ മോളെ, നല്ല ശരീരം തളർച്ചയും പനിയൊക്കെ ഉണ്ട്, എനിക്കൊന്നും എണീക്കാൻ പോലും കഴിയുന്നില്ല.
എണീക്കാൻ നോക്കുമ്പോൾ ശരീരമാകെ തളർന്നു പോവുകയാണ്. എനിക്കൊന്നും തീരെ പാടില്ല. അതാ ഞാനിങ്ങനെ കിടന്നത്. നിങ്ങൾക്ക് ചായ വേണമായിരിക്കുമോ അല്ലേ? ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പയ്യനെ എണീക്കട്ടേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കയിൽ നിന്ന് അലീന പയ്യെ എണീക്കാൻ നോക്കുമ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത്? കിച്ചണിലേക്കോ? ഇത്രയ്ക്കും വയ്യാത്ത ആളാണോ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ കിച്ചണിൽ കയറാൻ പോകുന്നത്? ചേച്ചി അവിടെ കിടന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് അലീനയെ പിടിച്ച് കിടക്കയിൽ തന്നെ കിടത്തുന്നുണ്ട്, പുതച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് വേഗം രോഹിത്തിനോട് പറയുന്നുണ്ട്, ചേട്ടാ അലീന ചേച്ചിക്ക് തീരെ വയ്യ, ഒന്ന് വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം, ചേട്ടൻ പോയി ഒന്ന് അച്ഛനെ വിളിക്കുമെന്നും പറഞ്ഞ് രോഹിത്തിനോട് കൃഷ്ണമോള് പറയുമ്പോൾ രോഹിത്ത് വേഗം തന്നെ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് എത്തുന്നുണ്ട്. രോഹിത്ത് അച്ഛനെ വിളിക്കാൻ റൂമിലേക്ക് പോയ സമയത്ത് കൃഷ്ണമോള് വേഗം ഒരു ചെറിയ തുണിക്കഷ്ണം നനച്ചുകൊണ്ട് അലീനയുടെ നെറ്റിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത്ത് ബാലചന്ദ്രനുമായി അലീനയുടെ റൂമിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ ബാലചന്ദ്രൻ അലീനയുടെ കിടപ്പൊക്കെ കണ്ടപ്പോൾ വളരെ വിഷമിച്ച് ചോദിക്കുന്നുണ്ട്, അയ്യോ എന്ത് പറ്റി അലീനയ്ക്ക്, എന്ത് പറ്റിയെന്ന് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛാ ചേച്ചിക്ക് തീരെ വയ്യ, നല്ല ചൂടുണ്ട്, ഞാനിപ്പോൾ ഒരു തുണിക്കഷ്ണം നനച്ച് നെറ്റിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ചേച്ചിക്ക് നല്ല ശരീരം തളർച്ചയൊക്കെ ഉണ്ടെന്നാണ് പറയണേ, നമുക്കൊന്ന് വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണ്ടേ? അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, എങ്ങനെയാണിപ്പോൾ ഇത്രയും പാടില്ലാണ്ട് അലീനയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്? നമുക്ക് ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറയുമ്പോൾ അച്ഛാ എന്നാൽ അങ്ങനെ മതിയെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ വേഗം തന്നെ ഡോക്ടറെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വീട്ടിൽ വന്ന് അലീനയെ നോക്കി പരിശോധിച്ച് മരുന്നൊക്കെ എഴുതി കൊടുക്കുകയും ഒരു ചെറിയ ഇഞ്ചക്ഷൻ വയ്ക്കുകയൊക്കെ ചെയ്ത് ഡോക്ടർ മടങ്ങിപ്പോയി. അപ്പോൾ അലീനയ്ക്ക് എപ്പോഴും നല്ല റെസ്റ്റ് വേണമെന്നും അവളെ കെയർ ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയ്യാതെ കിടന്നിരുന്ന അലീനയ്ക്ക് തണലായി. എന്നാൽ ആ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു, വൈജയൊഴിച്ച്. ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കൊണ്ട് കൊടുക്കുകയും നെറ്റിയിൽ തുണി വെച്ച് കൊടുക്കുകയും മരുന്നെടുത്ത് കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയുമെല്ലാം ആ 3 പേർ ഒരുമിച്ച് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. രോഹിത്ത് ഇടയ്ക്ക് ചായയും റസ്കൊക്കെ വാരിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അലീനയ്ക്ക് വളരെ വിഷമമാകുന്നുണ്ട്. കാരണം ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല, ഇവരിൽ നിന്നൊക്കെ ഇത്രയും സ്നേഹം തനിക്ക് കിട്ടുമെന്ന്. രോഹിത്തിൻ്റെയും കൃഷ്ണമോളുടെയുമല്ല, ബബിതയുടെ മാറ്റമാണ് അലീനയെ അത്ഭുതപ്പെടുത്തിയത്. ബബിതയും അവരുടേതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അലീനയെ കാണാൻ റൂമിലേക്ക് വരികയും അലീനയ്ക്ക് വിക്സ് പുരട്ടി കൊടുക്കുകയും ചായ കൊടുക്കുകയും കാലെല്ലാം കൈയും കാലുമൊക്കെ തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അലീനയ്ക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. കാരണം ബബിതയിൽ നിന്ന് ഒരിക്കലും അലീന ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ആരെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പക്ഷേ ബബിതയിൽ നിന്ന് ഒരിക്കലും തന്നെ ഒരു സ്നേഹത്തിൽ ഇങ്ങനെയൊക്കെ പരിചരിക്കുമെന്ന് അലീന ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ബബിതയും കൃഷ്ണമോളൊക്കെ കോളേജിലേക്കും സ്കൂളിലേക്കൊക്കെ പോവാനിറങ്ങുമ്പോൾ രോഹിത്തിനെയായിരുന്നു അലീനയെ ചേച്ചിയെ ഏൽപ്പിച്ചിരുന്നത്. അലീന ചേച്ചിക്ക് അതെടുത്ത് കൊടുക്കണം, വെള്ളം കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് വന്ന് പനിയുണ്ടോയെന്ന് നോക്കണമെന്നൊക്കെ രോഹിത്തിനെയായിരുന്നു ബബിത ഏൽപ്പിച്ചിരുന്നത്. ഇവരുടെ ഈ രീതികളൊക്കെ കാണുമ്പോൾ ബാലചന്ദ്രൻ ഒരു തമാശ രൂപത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ഇവരാരെയും കണ്ടില്ല, ഇപ്പോൾ അലീനയ്ക്ക് ഇത്രയും പാടില്ലാണ്ടായപ്പോൾ എത്ര പേരാ നോക്കാനായിട്ട് ഇവിടെ ഉള്ളത്. ബൈസ്റ്റാൻഡർമാരെ കൊണ്ട് ഈ വീട്ടിലിപ്പോൾ നിൽക്കാൻ സ്ഥലമില്ലാണ്ടായി അല്ലേ എന്നൊക്കെ ബാലചന്ദ്രൻ ഒരു തമാശയ്ക്ക് ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കണ്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ വൈജ വളരെ ദേഷ്യത്തിലാവുന്നുണ്ട്. കൃഷ്ണമോളോട് വൈജ അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്ത് പേക്കൂത്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഒരുത്തിക്ക് പാടില്ലാതാകുന്നു, അവളെ നോക്കാനായിട്ട് ഈ വീട്ടിൽ എല്ലാവരും കൂടി അവളെ പിന്നാലെ നടക്കുന്നു, ഫുഡ് വാരിക്കൊടുക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നതെന്ന് വൈജ ചോദിക്കുന്നു. ആ രോഹിത്തിന് നാണമില്ലേ, അവനും നടക്കുന്നുണ്ടല്ലോ അവളുടെ പിന്നാലെ തന്നെ, അവൻ എന്തിൻ്റെ കേടാണെന്നൊക്കെ വൈജ ചോദിക്കുമ്പോൾ കൃഷ്ണമോള് നല്ല മറുപടി തന്നെ വൈജയ്ക്ക് കൊടുക്കുന്നുണ്ട്.
അമ്മി പറയുന്ന രോഹിത്ത് ഇപ്പോൾ ഇതുപോലെ നടക്കുന്നത് ആരുടെ പ്രയത്നം കൊണ്ടാണ് നമുക്കറിയാലോ, അലീന ചേച്ചിയുടെ. അപ്പോൾ ആ അലീന ചേച്ചി ഇങ്ങനെ പാടില്ലാണ്ട് കിടക്കുമ്പോൾ പിന്നെ ആരാ അലീന ചേച്ചിയെ നോക്കേണ്ടത്? എന്നാൽ എന്തൊക്കെ കേട്ടിട്ടും വൈജയുടെ മുഖത്ത് ആ പുച്ഛഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ ഇപ്പോഴും അവളുടെ പിന്നാലെ തന്നെ നടന്നു എന്നും പറഞ്ഞുകൊണ്ട് വൈജയുടെ റൂമിലേക്ക് തന്നെ പോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം മനു അലീനയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ കൃഷ്ണമോളുടെ ഫോണിലേക്ക് മനു വിളിച്ച് അലീനയെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, മനുവേട്ട, അലീന ചേച്ചിക്ക് തീരെ വയ്യ, ഇപ്പോൾ കിടക്കുകയാണ് ചേച്ചി, തീരെ വയ്യാണ്ട് ഇപ്പോൾ ഡോക്ടറൊക്കെ വന്ന് പരിശോധിച്ച് പോയി, ഇപ്പോൾ ചെറിയൊരു കുറവൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ മനു അത് കേട്ടതും വേഗം തന്നെ അലീനയെ കാണാൻ അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അലീനയെ കാണാൻ വന്ന മനു റൂമിൽ കയറി അലീനയുടെ അടുത്ത് കസാരയിട്ടിരുന്ന് അലീനയുമായി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്, പനി കുറവൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന വളരെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, മനുവേട്ട, ഈ വീട്ടിലിപ്പോൾ എനിക്ക് ഇത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം കൃഷ്ണമോളും അച്ഛനും ബബിതയും രോഹിത്തുമെല്ലാം എന്നെ ശുശ്രൂഷിച്ചു കൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്കൊരു വയ്യായിക വന്നപ്പോൾ എത്ര പേരെന്നെ നോക്കാനായിട്ട്. ഇതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇവരൊക്കെ എന്നെ ഇങ്ങനെയൊക്കെ നോക്കുമെന്ന്. അല്ലെങ്കിലും ഒരു വയ്യായിക ഒരു മനുഷ്യന് വന്നാൽ എത്ര പേര് അവരെ നോക്കാനുണ്ടെന്നും അവർക്ക് കൂട്ടായി നിൽക്കുമെന്നൊക്കെ അറിയാൻ കഴിയുമോ അലീനെ? അത് വളരെ ശരിയാണ് മനുവേട്ട. കാരണം ബബിത പോലും ഇപ്പോൾ എന്നെ എന്തുമാത്രമാണ് കെയർ ചെയ്യുന്നതെന്നറിയോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ കയ്യും കാലൊക്കെ തുടച്ച് എനിക്ക് ചായ തരുകയും മരുന്ന് തരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവളിൽ നിന്ന് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇതൊക്കെ താനൊരുത്തി മാത്രമാണ് അവരെയൊക്കെ മാറ്റിയെടുത്തത്. നിൻ്റെ സ്നേഹം അവരെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അലീനെ. അതാ ഇവരിൽ നിന്ന് ഈ മാറ്റമൊക്കെ നിനക്ക് കിട്ടുന്നത്. എന്താ ആൻറ്റിയുടെ സ്വഭാവത്തിന് വല്ല മാറ്റം വന്നിരുന്നോ? അത് മാത്രമില്ല മനുവേട്ട, അമ്മ ഇപ്പോഴും എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇപ്പോഴും ഭയങ്കര ദേഷ്യമാണ് എന്നോട്. ഇപ്പോഴും ഒരു ശത്രുവിനെ പോലെ തന്നെയാണ് എന്നെ ഇപ്പോഴും കാണുന്നത്. ചിലവരൊക്കെ അങ്ങനെയാണ് അലീനെ. അവരുടെ സ്വഭാവത്തിന് ഇങ്ങനെ മാറ്റം വരുത്താനൊക്കെ അവർക്ക് കുറച്ച് പ്രയാസമായിരിക്കുള്ളൂ. അതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ അലീന മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടൻ ഇങ്ങനെ വരുന്നത് എനിക്ക് വളരെ ആശ്വാസമാവുന്നുണ്ട്, ഭയങ്കര സമാധാനം പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെയാണ് മനു ഇത് കേൾക്കുന്നത്. കോളേജിൽ നിന്ന് ബബിത വന്നപ്പോൾ രോഹിത്ത് താഴെ സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അലീന ചേച്ചിക്ക് എങ്ങനെയുണ്ട്, ഇപ്പോൾ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, മുകളിലിപ്പോൾ മനുവേട്ടൻ വന്നിട്ടുണ്ട്, അവർ രണ്ടാളും കൂടി സംസാരിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അലീന ചേച്ചിയുടെ ബാഡേഡ് ഇപ്പോൾ തന്നെ കുറയാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അവരൊരു തമാശ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്നിപ്പോൾ അങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, അതൊക്കെയുണ്ട്, ഞാനൊന്ന് അവരെ റൂമിലേക്ക് ചെന്നിട്ട് വരാം എന്ന് പറഞ്ഞ് ബബിത അലീനയുടെ അടുത്തേക്ക് പോകുന്നു. റൂമിൽ ചെന്നപ്പോൾ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നതാണ് ബബിത കാണുന്നത്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അലീന ചേച്ചിയുടെ അസുഖത്തിനൊക്കെ ഇപ്പോൾ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പോൾ മോത്ത ക്ഷീണമൊക്കെ വിട്ട് നല്ലൊരു ചിരിച്ച മോറൊക്കെ ആയിട്ട് ഇപ്പോൾ കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അലീന മനുവിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. ഞാനിനി ഇതിൻ്റെ ഇടയിൽ നിന്നൊരു കട്ടുറുമ്പാവുന്നില്ല, ഞാൻ പോയി തരാമെന്ന് പറയുമ്പോൾ മനു ബബിതയോട് പറയുന്നുണ്ട്, നീ പോകുന്നും വേണ്ട, ഞാൻ പോവാം, ഞാൻ വന്നിട്ട് കുറേ നേരമായി, ഞാനിനി ഇറങ്ങുക എന്ന് പറഞ്ഞ് മനു അലീനയോട് യാത്രയും പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങുന്നു. ബബിത അങ്ങനെ അലീനയുടെ അടുത്ത് വന്നിരുന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പനിയൊക്കെ എങ്ങനെയുണ്ട്, കുറവായോ, ചായയൊക്കെ കുടിച്ചോന്ന് ചോദിക്കുമ്പോൾ കുടിച്ചിട്ടില്ല, എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ ബബിത അലീനയെ ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കേണ്ടതല്ലേ, അപ്പം എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് പറഞ്ഞ് കിച്ചണിൽ ചെന്നുകൊണ്ട് ചായയും എടുത്ത് റസ്ക് കൂട്ടി അലീനയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. മനു നേരെ വൈജയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. വൈജ അപ്പോൾ മുറിയിൽ ഫോണിൽ കണ്ടിരിക്കുകയായിരുന്നു.
മനുവിനെ കണ്ടതും വൈജ ചോദിക്കുന്നുണ്ട്, ഓ ഇപ്പോൾ അവൾക്ക് പാടില്ല എന്നറിഞ്ഞിട്ട് വന്നതായിരിക്കുമോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അതിനെന്താ, അവൾക്ക് പാടില്ലാതായാലും എനിക്ക് വരാൻ പാടില്ല ഈ വീട്ടിൽ. അവളെന്തിനാ ഞാനിങ്ങനെ ആൻറ്റിയെ പോലെ ശത്രുവായിട്ട് കാണുന്ന കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ മനുവിനോട് പറയുന്നുണ്ട്, നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ്, നീക്ക് എന്തിനാ അവളിങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഇവിടെയുണ്ട് കുറേ ബോധമില്ലാത്ത കുറേ എണ്ണങ്ങൾ ഇപ്പോൾ അവളുടെ പിന്നാലെ നടക്കുകയാണ്. അവളുടെ കാര്യങ്ങളും നോക്കി അവൾക്ക് ഭക്ഷണവും വാരി കൊടുത്ത് കെയറും ചെയ്തൊക്കെ നടക്കുന്നുണ്ട്. നീയും അതുപോലെ തന്നെ. നിങ്ങളോടൊക്കെ എന്തെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ആൻറ്റി, ഈ വീട്ടിൽ ഇത്രയും പേര് മാറിയില്ലേ? ആൻറ്റി ഒരാൾ മാത്രമല്ല അവളോട് ദേഷ്യപ്പെട്ടും ശത്രുവിനെ പോലെ കാണുന്നുള്ളൂ. അപ്പോൾ ആർക്കാ ബോധമില്ലാത്തതെന്നൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അതും പറഞ്ഞുകൊണ്ട് മനു വൈജയുടെ മുറിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോവാൻ നോക്കുകയായിരുന്നു. മനുവിൻ്റെ വായിൽ നിന്നും ഈ വാക്കുകൾ കേട്ട വൈജയ്ക്ക് ഒരു അടി കിട്ടിയ പോലെയായിരുന്നു. കാരണം തൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ മനു ഈ കാര്യം പറഞ്ഞപ്പോൾ എന്തോ ഒരു വല്ലായ്മ പോലെയാണ് വൈജയ്ക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ വൈജ പിന്നീടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ആ മുറിയുടെ വാതിലടച്ചിട്ട് വൈജ മുറിയിലേക്ക് തന്നെ ഇരുന്നു. ബാലചന്ദ്രൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ നേരെ അലീനയുടെ റൂമിൽ ചെന്ന് അലീനയുടെ സുഖവിവരങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനോടും അലീന മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. അച്ഛാ, ഇവരിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു മാറ്റം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എല്ലാവരും എന്തുമാതിരിയാണ് എന്നെ നോക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നത്, പരിചരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരെയാണ് അച്ഛാ. ബബിത പോലും ഇപ്പോൾ കോളേജിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. എന്നിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് അവളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നിൻ്റെ നന്മ കൊണ്ടാണ് മോളെ. നീ അവരെയൊക്കെ സ്നേഹിക്കുന്ന സ്നേഹം അവർ നിനക്ക് തിരിച്ചു തരുന്നത്, അത്രയേ ഉള്ളൂ. അതിനി ഒരിക്കലും മാറില്ല. ജീവിതകാലം മുഴുവൻ അവർ നിനക്കൊപ്പം തന്നെ ഉണ്ടാകും. നീ ഒരിക്കലും ഒറ്റപ്പെട്ടതാണെന്നൊന്നും നീ ഇനി വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിൻ്റെ കൂടപ്പിറപ്പുകളെല്ലാവരും നിനക്കൊപ്പം തന്നെയുണ്ട്. അത് പോരെ നിനക്ക്? പോരേന്നോ? ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അച്ഛാ. ഞാനൊരു അനാഥയായിട്ട് ഈ വീട്ടിലേക്ക് വന്ന് കയറിയവളല്ലേ. അമ്മയുടെ കൂടെ താമസിക്കണം, അത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആ അമ്മ ഒരിക്കലും ഇനി എന്നെ മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ പോകുന്നുമില്ല. പക്ഷേ എൻ്റെ ഈ കൂടപ്പിറപ്പുകളെല്ലാവരും ഇപ്പോൾ എൻ്റെ സ്നേഹം മനസ്സിലാക്കി എന്നോടൊപ്പം നിൽക്കുന്നില്ലേ? അതിനും വലുത് എനിക്ക് ഇനി ഒന്നും വേണ്ട. അതും പറഞ്ഞുകൊണ്ട് അലീന കരയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇനി ഒരിക്കലും കരയരുത് അലീനെ. കാരണം ആ കരയുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നിനക്കെല്ലാവരും നിൻ്റെ കൂടെയുണ്ട്, അത് മതി. ഇനി നീ ഒരിക്കലും കരയരുതെന്ന്